ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും അകപ്പെട്ട് ദൈവത്തോട് മാനസികമായിട്ട് സംഘർഷങ്ങളോടുകൂടി ഇരിക്കുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലില്ലേ? സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥകളിൽ ദൈവം നമ്മെ കൈവിട്ടു എന്ന് കരുതുന്ന വേളകളില്ലേ? ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്കും യാചനകൾക്കും മറുപടി തരും നിശ്ചയമായും. നമ്മുടെ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ അറിയിക്കുകയത്രേ വേണ്ടത്. ദൈവം ഓരോ ദിവസവും നമ്മെ പരിപാലിക്കുന്ന നല്ല ദൈവമാണ്. നിങ്ങളുടെ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ ഒരു വചനം എഴുതി വിഷയവും എഴുതി പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിശ്ചയമായും അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം മുതൽ ദൈവം നിങ്ങൾ പ്രാർത്ഥിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് നൽകും എന്ന് വാഗ്ദാനം നൽകിയിരിക്കുന്നു. 23-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്നു ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ ശക്തമായിട്ട് ദൈവം നമ്മോട് വാഗ്ദാനം നൽകിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ വിശ്വാസം ഒരു മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ, മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ വിശ്വാസം അത്രത്തോളം വലുതാണെങ്കിൽ അത് ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. ജീവിതത്തിൽ പലവിധ ആവശ്യങ്ങളിലെ മധ്യത്തിൽ കരഞ്ഞ് നിലവിളിച്ച് നിരാശയോടുകൂടി ചെന്നിരുന്ന് ദൈവസന്നിധിയിൽ പറയണം: ദൈവമേ, എൻ്റെ ആവശ്യങ്ങൾ ഇതാണ്, ഞാൻ കടഭാരത്തിലായിരിക്കുന്നു, എൻ്റെ കടങ്ങളെ നീക്കുവാൻ നീ കൽപ്പിക്കണം, എൻ്റെ കടങ്ങളെ നിൽക്കുവാനുള്ള വഴി നീ കാണിക്കണം, എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, എൻ്റെ കുഞ്ഞുങ്ങളുടെ സ്വഭാവം, എൻ്റെ വീട്ടിൽ ഞാൻ അനുഭവിക്കുന്ന വേദനകൾ, എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം, എനിക്കൊരു ഭവനമില്ലായ്മ, എൻ്റെ ജീവിതത്തിൽ നല്ലൊരു ജോലി ലഭിച്ചില്ല. ഇങ്ങനെ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങളുടെ മധ്യത്തിൽ ദൈവത്തോട് യാചിക്കണം. എൻ്റെ വിഷയം ഇന്ന വിഷയമാണ്, ഈ വിഷയം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ലഭിച്ചു എന്ന് വിശ്വസിക്കുക. ശക്തമായിട്ട് ഉള്ളിൽ എനിക്കത് കിട്ടി, ഞാനതിൽ തൃപ്തിപ്പെടുന്നു, ഞാനതിൽ സന്തോഷിക്കുന്നു, എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങാൻ സാധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ അത്ഭുതകരമായിട്ട് നമ്മുടെ വിഷയത്തിൽ പ്രവർത്തിക്കും. ഓരോ ദിവസവും സമാധാനം നൽകി ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത് കാണുവാനിടയായിത്തീരും. മർക്കോസിൻ്റെ സുവിശേഷത്തിലുടനീളം ഇങ്ങനെ നിങ്ങളുടെ വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുന്ന വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ദൈവം നമ്മെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പിൻ. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങളെ പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ തയ്യാറാവണം. നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച ഒരു ദൈവം നമ്മോട് പറയുന്നത്, നിങ്ങൾക്ക് മറ്റുള്ളവരോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ക്ഷമിച്ചതിന് ശേഷം നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുക. ദൈവം നിശ്ചയമായിട്ടും വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന കേൾക്കുകയേ ചെയ്യും. പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന ദൈവം കേൾക്കും, അതിന് പരിഹാരം വരുത്തുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ കരങ്ങളിൽ താണിരുന്നു കൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ അറിയിക്കുക. നമ്മുടെ യാചനകൾക്ക് മറുപടി തരുന്ന ദൈവത്തിൽ വിശ്വസിക്കാൻ ഈ നാളുകളിൽ കഴിയുമെങ്കിൽ അത്ഭുതങ്ങൾ ജീവിതത്തിൽ നടക്കും. ഓരോ ആവശ്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നന്മകൾ ജീവിതത്തിൽ ലഭിക്കുമ്പോൾ നന്ദിയോടെ ആയിത്തീരാൻ ദൈവത്തോട് കഴിയുമെങ്കിൽ, നമ്മുടെ മനസ്സാക്ഷിക്ക് കഴിയുമെങ്കിൽ, ദൈവവുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെട്ടുകൊണ്ട് മുൻപോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ജീവിതത്തിൽ നടക്കും. മറ്റുള്ളവരോട് ദൈവത്തെ സുവിശേഷീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. വചനം എടുത്തുകൊണ്ട് അതിൽ ശക്തിപ്പെടുവാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിട്ടുള്ള നാമത്തിൻ്റെ കാൽ കീഴിൽ താണിരുന്നു കൊണ്ട് ഈ വചനം എഴുതുക, വായിക്കുക, ശക്തിപ്പെടുത്തട്ടെ.